അസ്സലാമു അലൈക്കും. അപ്പൊ ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കുറച്ച് പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. അതുപോലെ ഇത് ഇന്ത്യ യൂട്യൂബിലെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ്. ഇപ്പൊ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും അറിയുന്നുണ്ടാവും ഞാനൊരു SLE പേഷ്യന്റ് ആണെന്നുള്ളത്. അപ്പോൾ ഈ ഇൻസ്റ്റയിലൊക്കെ എനിക്ക് ഇഷ്ടംപോലെ മെസ്സേജസ് ആണെന്നുണ്ടെങ്കിലും കമന്റ്സ് ആണെങ്കിലും ഒക്കെ വരാറുണ്ട്. എന്താണ് SLE ആയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് കണ്ടുപിടിച്ചത്, ഇപ്പൊ എങ്ങനെയുണ്ട്, ഏതൊക്കെ അവയവത്തിനെ ബാധിക്കും, എത്രത്തോളമാണ് ഇതിന്റെ ആ ഒരു സീരിയസ്നെസ് എന്നുള്ളതൊക്കെ ചോദിച്ചിട്ട് എനിക്ക് കുറെ മെസ്സേജസ് ഒക്കെ പറഞ്ഞാൽ വന്നിട്ടുണ്ട്. ഞാൻ അതിനൊരു റീൽ ഇട്ടിട്ടുണ്ട്. പക്ഷെ അതിലൊക്കെ ടൈമിന്റെ ലിമിറ്റ് ഉള്ളത് കൊണ്ട് മൊത്തത്തിൽ അങ്ങോട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സിസ്റ്റമിക് ലൂപ്പസ് എരിത്തമാറ്റോസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അസുഖമാണ്. ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണ്. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം പുറത്തുനിന്ന് വരുന്ന വൈറസ്, ബാക്ടീരിയ അങ്ങനെയുള്ള സംഭവത്തിനൊക്കെ അറ്റാക്ക് ചെയ്തിട്ട് നമ്മുടെ ബോഡീനെ സേഫ് ആക്കി വെക്കില്ല. അതിന് പകരം പുറത്തുനിന്ന് വരുന്നതിനെ അറ്റാക്ക് ചെയ്യുന്നതിന് പകരം അത് നമ്മുടെ ഓർഗൻസിനെ തന്നെ അറ്റാക്ക് ചെയ്യാണ്, നമ്മുടെ ബോഡീനെ തന്നെ തിരിച്ച് അറ്റാക്ക് ചെയ്യാണ്. അതാണ് ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറയുന്നത്. ഒരു വാതരോഗമാണ്. കുറെ വാതരോഗങ്ങളുണ്ട്. അതിൽ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടും ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നതുമാണ് ഈ SLE എന്ന് പറയുന്ന വലിയ അസുഖം. മറ്റുള്ളതൊക്കെ ജോയിന്റ്സ് അങ്ങനെയുള്ളതിനൊക്കെ തന്നെ ബാധിക്കുള്ളൂ. പക്ഷെ SLEന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ SLEക്ക് ഏത് ഓർഗൻസിനെ ആണെങ്കിലും ബാധിക്കാം. കാരണം നമുക്ക് തല മുതൽ കാല് വരെ ഉള്ള ഏതിനും ബാധിക്കാന്നാണ് SLEന്റെ പറയാം. അതായത് കണ്ണിനെ ബാധിക്കാം, ജോയിന്റ്സിനെ ബാധിക്കാം, ഹാർട്ടിനെ ബാധിക്കാം, ലങ്സിനെ ബാധിക്കാം, കിഡ്നിനെ ബാധിക്കാം. അത്രയും ഞാൻ അനുഭവിച്ചതുകൊണ്ട് പറയാം. ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കുക, എന്നിട്ട് അതിനുള്ള ഒരു ട്രീറ്റ്മെന്റ് നിങ്ങൾ എടുക്കുക. എല്ലാതും SLE ആവണമെന്നില്ല. പക്ഷെ SLEന്റെ ഒരു ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പല അസുഖങ്ങളായിട്ടും ഈ ഒരു SLE തെറ്റിദ്ധരിക്കപ്പെടും. കാരണം പല പല അസുഖങ്ങളാണ് വരിക. ഒരു 10 മാസം മുന്നേ ഈ SLE എന്നുള്ള ഒരു അസുഖം ഉണ്ടെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പേരേ ഉണ്ടെന്നോ എനിക്ക് സത്യം പറഞ്ഞാൽ അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പൊ എനിക്ക് വന്നിട്ടുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഒരു ഹോട്ടലിൽ പഠിക്കുന്ന ഒരു ടൈം മുതലേ എനിക്ക് ഇങ്ങനെ കണ്ണെന്താ അറിയില്ല, ഇതൊന്നുമല്ല ശരിക്കും ബ്ലഡ് കട്ട പിടിച്ച് നിൽക്കുന്ന പോലെ ഈ വൈറ്റ് കളർ ഫുള്ള് കവർ ചെയ്തിട്ട് ആ ഒരു റെഡ് കളർ മാത്രമേ ഉണ്ടാവുള്ളൂ. കറക്റ്റ് നമ്മുടെ ബ്ലഡ് എങ്ങനെയാണോ ക്ലോട്ട് ആയാലും ഉണ്ടാവുക അതേപോലെ. അത് നമ്മുടെ ഡോക്ടർ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് വെച്ചാൽ അലർജിന്റെ ആണ്, പൊടിന്റെ അലർജി ഒക്കെ ആയിരിക്കും എന്നുള്ള പറഞ്ഞു. എന്തിന്റെ അലർജി എന്ന് വെച്ചപ്പോൾ കറക്റ്റ് അറിയൂല എന്നാ പറഞ്ഞത്. കുറേ ഡോക്ടർമാരെ കാണിച്ചിട്ടുണ്ട്. പക്ഷെ എന്നിട്ടൊന്നും എനിക്ക് ആ ഒരു അസുഖം മാറുന്നേ ഉണ്ടായിരുന്നില്ല. ഇടക്ക് വരും, എന്നിട്ട് കുറെ കഴിയുമ്പോൾ പോവും, പിന്നെയും വരും, പിന്നെയും പോവും, അങ്ങനെ. എന്നിട്ട് ഈ ഒരു കളർ നിൽക്കുന്ന സ്ഥലത്തൊക്കെ അവിടെ ബൾജായി ഇങ്ങനെ നിൽക്കും, ഒരു പൊള്ളൻ പോലെ. ഒന്നും ചെയ്യാൻ പറ്റില്ല. കണ്ണടച്ച് കിടക്കുമ്പോൾ അതിനും പെയിൻ ഉണ്ടാവും, വെള്ളം തട്ടാൻ പറ്റില്ല, കണ്ണ് ഇങ്ങനെ അങ്ങോട്ടോ ഇങ്ങോട്ടോ നോക്കാനോ ചിരിക്കാനോ ഒന്നിനും അത് പറ്റില്ല. ഭയങ്കര പെയിനാണ്, കണ്ണിങ്ങനെ വെള്ളം ചാടിക്കൊണ്ടേ. പിന്നെ അതുപോലെ എനിക്കുണ്ടായിരുന്ന വേറെ ഒന്ന്, വെയില് തട്ടിയിട്ടുണ്ടെങ്കിൽ ഫേസിൽ റെഡ് കളർ വരും. ഞാൻ ഇവിടെ ഫോട്ടോ കൊടുക്കാം. എനിക്ക് വെയില് തട്ടിയ നല്ലോണം ഉണ്ടാവാറുണ്ടായിരുന്നു. അത് ഇന്നെ നല്ലോണം അറിയുന്ന ആൾക്കാർക്ക് അറിയാം. ഞാൻ എന്നിട്ട് എന്റെ ഫ്രണ്ട്സ് കളിയാക്കി ഞാൻ ബ്ലഷ് ഇട്ടതാണെന്ന് പറഞ്ഞിട്ട് ഇത് തട്ടി കഴിഞ്ഞാല് ആവുന്നേതാ ഈ ഒരു സ്ഥലം ഇവിടെ. കണ്ടോ, എനിക്ക് ഇവിടെ നന്നായിട്ട് ഇങ്ങനെ പൊട്ടി ഇതേപോലെ റെഡ് കളർ ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ റെഡ് കളർ കുറഞ്ഞ് ഒരു ബ്ലാക്ക് കളറായി വന്നിട്ടുണ്ട് ഇപ്പൊ ഫേസിൽ. 7th എത്തുന്ന ആ ഒരു ടൈമിലാണ് എനിക്ക് ഈ സ്കിന്നിന്റെ പ്രശ്നങ്ങൾ വരുന്നത്. ജോയിന്റ്സിനൊക്കെ പെയിന് വരാൻ തുടങ്ങി. എനിക്ക് ആദ്യം വന്നിട്ടുണ്ടായിരുന്നു കാൽമുട്ടിനായിരുന്നു വേദന. ഞാൻ ഉമ്മാനോട് പറയാം, ഇടയ്ക്ക് ഇങ്ങനെ പറയാറുണ്ട് എനിക്ക് കാലിന്റെ മുട്ട് നല്ല വേദന ആവുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഉമ്മ എന്നോട് പറയും എവിടെയെങ്കിലും വെച്ച് കുത്തിയിരുന്നോ, എവിടെയെങ്കിലും ഇങ്ങനെ തട്ടി. ഞാൻ വിചാരിക്കുന്നത് ചിലപ്പോൾ അങ്ങനെ ആവും, ഉറക്കത്തിലോ അല്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് അങ്ങോട്ടോ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഓർമ്മയില്ലാതെ എവിടെയെങ്കിലും തട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ചിലപ്പോൾ, അതുകൊണ്ടാവും എനിക്ക് വേദന എന്നായിരുന്നു ഞാൻ ആദ്യം വിചാരിച്ചത്. എല്ലാവരും ഞാൻ വീട്ടിൽ പറയുമ്പോൾ അവരൊക്കെ എന്നോട് അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും തട്ടിയിട്ടുണ്ടാവും എന്നുള്ളത്. ജോയിന്റ്സ് എല്ലാം, അതായത് നമ്മുടെ ഈ ഫിംഗറിന്റെ ഈ ഒരു സ്ഥലം, ഇവിടെ മുട്ടിന്റെ ഈ വേദന, എവിടേക്ക് നമുക്ക് ജോയിന്റ്സ് എങ്ങനെയൊക്കെയാണുള്ളത് അവിടെ മൊത്തം പെയിനായിരുന്നു. 4 വർഷമായിട്ട് എനിക്ക് ഇടവിട്ട് പനി വരും, യൂറിനിൽ ഇൻഫെക്ഷൻ കാര്യങ്ങളെല്ലാം ഉണ്ടാവും. പിന്നെ അതുപോലെ ബോഡി പെയിന്, നല്ല ക്ഷീണം, അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ മുടി കൊഴിച്ചില്, നല്ല മുടി കൊഴിച്ചിലുണ്ടായിരുന്നു. പിന്നെ ഒരു 2 വർഷമായിട്ട് എനിക്ക് യൂറിനില് ബ്ലഡ് വരിക, വയറുവേദന അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. കിഡ്നി സ്റ്റോൺ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ചിലപ്പോൾ അതിനെ കൊണ്ട് വരുന്നതായിരിക്കും. യൂറിനൊക്കെ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഭയങ്കര ബ്ലഡാ. എന്താ വെച്ചാൽ ഈ യൂറിൻ ടെസ്റ്റിന് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ വേറെ ഒന്നും അവർക്ക് നോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവര് പറയാം. അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എനിക്ക് 2 or 3 വട്ടം. കാരണം ബ്ലഡിന്റെത് കൂടുതലായിരുന്നു, ഭയങ്കര കൂടുതലായിട്ട്. അവര് പറഞ്ഞ് ബാക്കിയുള്ളതൊന്നും കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഡോക്ടറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാരണം അത്രക്കും അതിൽ ബ്ലഡിന്റെ കൗണ്ട് കൂടുതലായിരുന്നു. കാരണം ആ ഒരു ടൈമിലൊക്കെ എനിക്ക് നമ്മുടെ കൈ മുറിഞ്ഞു കഴിഞ്ഞാല് ബ്ലഡ് എങ്ങനെയാണോ പോകും അതേപോലെയായിരുന്നു യൂറിൻ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല നീരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, കയ്യിലും കാലിലും മുഖത്തൊക്കെ വെച്ച് നല്ല നീര് വന്നിട്ടുണ്ടായിരുന്നു. കൂടി ചേർത്തിട്ട് ഡോക്ടറിനോട് പറഞ്ഞു കിഡ്നി ബയോപ്സി വേണമെന്നുള്ളത്. പിന്നെ റിലേറ്റീവ്സും ഫാമിലിന്നൊക്കെ പല പല ഒപ്പീനിയൻസും വന്നിട്ടുണ്ടെങ്കിൽ ബയോപ്സി ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കംപ്ലൈന്റ് ചെയ്യാത്ത കിഡ്നി വരെ കംപ്ലൈന്റ് ആവും, ഫെയിലിയർ ആയി പോകും, കിഡ്നി മാറ്റി വെക്കേണ്ടി വരും, കിഡ്നിക്ക് അങ്ങനെ വരും, കിഡ്നിക്ക് ഇങ്ങനെ വരും, പിന്നെ ലാസ്റ്റ് അതാവും ഇതാവും എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പ്രശ്നങ്ങൾ. 2 വർഷം ഞാൻ കൊണ്ടുവരുന്നു ബയോപ്സി ചെയ്യാണ്ട്. അതുപോലെ എനിക്ക് പ്രഗ്നൻസിയിൽ ഭയങ്കര കോംപ്ലിക്കേഷൻ ആയിരുന്നു. പ്രഗ്നൻസി ഭയങ്കര ബ്ലീഡിങ്ങും പെയിനും കാര്യങ്ങളും എല്ലാം കൂടെ ആയിട്ട് എനിക്ക് ഫുൾ ടൈം ബെഡ് റെസ്റ്റ് ആയിരുന്നു. ഭയങ്കര ചുരുക്കമാണ് ഞാൻ എണീച്ച് നടന്നതൊക്കെ. കാരണം ബാക്കിയെല്ലാം ബെഡ് റെസ്റ്റ് ആയിരുന്നു. ബെഡ് റെസ്റ്റ് മാത്രമല്ല വൊമിറ്റിംഗ് എനിക്ക് ഭയങ്കര ഉണ്ടായിരുന്നു. അത് പിന്നെ പ്രഗ്നൻസിന്റെ ഒരു ഇതാണെന്ന് വിചാരിക്കാം. പക്ഷെ എനിക്ക് ഈ ഒരു എനിക്ക് ബ്ലീഡിങ് കാരണം ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്ത് സ്കാനിങ്ങും കാര്യങ്ങളും എടുത്ത് നോക്കിയിട്ടും ബ്ലീഡിങ്ങിന് അവർക്ക് സ്കാനിങ്ങിൽ ഒന്നും കാണാൻ പറ്റുന്നില്ല. അതായത് ചിലപ്പോൾ പ്ലസെന്റ താഴെയാണെന്നുണ്ടെങ്കിൽ ബ്ലീഡിങ് ഉണ്ടാവും. പക്ഷെ എനിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല.
അപ്പൊ ഞാൻ പിന്നെ വീണിട്ടുണ്ടായിരുന്നു, ഒരുപാട് വട്ടം ഞാൻ വീണാണ്. ചിലപ്പോൾ അതിന്റെ പ്രശ്നങ്ങളാവുന്നൊക്കെ വിചാരിച്ചു. അതായത് സ്കാൻ ചെയ്യുമ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും കാണിക്കുന്നില്ല. ആകെ ഉള്ളത് ഈ ബ്ലീഡിങ്ങും പിന്നെ പെയിനും ഇടവിട്ട് ഇങ്ങനെ പനിക്കും. പനി ഭയങ്കര പനിയായിരുന്നു, ഇടവിട്ട് യൂറിനിൽ ഇൻഫെക്ഷൻ നല്ലോണം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. ഞാനപ്പോ എസ് എൽ ആണെന്ന് അറിഞ്ഞിട്ടില്ല, എനിക്ക് അതിനെ പറ്റിയിട്ടൊന്നും അറിയില്ല, ഞാൻ ട്രീറ്റ്മെന്റ് എടുത്തിട്ടില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. കാരണം എസ് എൽ പേഷ്യൻസിന് പ്രഗ്നൻസി കുഴപ്പമില്ല, ആ ഒരു എസ് എൽ ആക്റ്റീവ് ആയിരിക്കുന്ന ടൈമിലാണ് നമ്മൾ പ്രഗ്നൻസിക്ക് പ്ലാൻ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പ്രഗ്നന്റ് ആവുന്നതെന്നുണ്ടെങ്കിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. എസ് എൽ പേഷ്യന്റ് ആണെന്നുണ്ടെങ്കിൽ പ്രഗ്നൻസി നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഡോക്ടറോട് പറയാം ഇങ്ങനെ പ്രഗ്നൻസിക്ക് പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ ഡോക്ടർ എന്നെ ടെസ്റ്റ് ചെയ്യും. അങ്ങനെയാണ് തോന്നുന്നു, നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രഗ്നൻസി പ്രശ്നമില്ല, നമുക്ക് ട്രൈ ആക്കാം. അങ്ങനെയാണ് തോന്നുന്നുണ്ട്. ഒരു 10 months മുന്നേ ഞാൻ സ്ട്രോക്ക് വന്നിട്ട് ഒരു സൈഡ് ഫുള്ള് തളർന്ന്, അതായത് ഈ ഒരു റൈറ്റ് സൈഡ് ഫുള്ള് തളർന്ന്. ഞാൻ ഓഫീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഒരു പ്രശ്നം എനിക്ക് ഉണ്ടായിരുന്നില്ല. ഞാൻ കോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ടൈമിൽ അത് പെട്ടെന്ന് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. എന്താ പറ്റിയെന്ന് എനിക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു ആ ഒരു ടൈമിൽ ഞാൻ ഓഫീസിലായിരുന്നു, വേറെ ആരുമില്ല, ഞാൻ മാത്രമേ ഓഫീസിലുള്ളൂ. ഉമ്മാനെ വിളിച്ചപ്പം ഇതേപോലെ എനിക്ക് ഉമ്മാനോടൊന്നും സംസാരിക്കാൻ എനിക്ക് പറ്റുന്നില്ല. എനിക്ക് സംസാരിക്കണമെന്നുണ്ട്, പക്ഷെ എനിക്ക് നാവ് ശരിയായി വരുന്നില്ല. എനിക്ക് നാവ് ഇങ്ങനെ ഒരു കുഴഞ്ഞെടുക്കുന്ന പോലെ. കോൾ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഉമ്മ വിളിച്ച് കട്ടാക്കിയ പിന്നെ ഉപ്പ വിളിക്കുന്നുണ്ട്, ഹസ്ബൻഡ് വിളിക്കുന്നുണ്ട്, എല്ലാരും വിളിക്കും. പക്ഷെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഞാൻ ഈ ഒരു ഇഷ്ടത്തേക്ക് കരഞ്ഞിരിക്കുകയാണ്. എന്റെ വീടിന്റെ അടുത്തുള്ള ഒരു താത്തണ്ടാണ്, നമ്മുടെ ഓഫീസിന്റെ അടിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഉമ്മ അവർക്ക് വിളിച്ചപ്പം അവര് മേലേക്ക് വന്നിട്ട് എന്നെ നോക്കി. അപ്പൊ ഉമ്മക്ക് വിളിച്ച് പറഞ്ഞു കൊടുത്തു അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, സംസാരിക്കാൻ പറ്റുന്നില്ല, കൈയും കാലും ഒന്നും ആവണില്ല എന്നുള്ളതൊക്കെ. ഉമ്മ പെട്ടെന്ന് വന്നു. ഉമ്മ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ വർക്ക് ചെയ്യുന്നിടത്തുനിന്ന് പെട്ടെന്ന് എന്റെ അടുത്തേക്ക് വന്നു നോക്കിയപ്പോ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, എനിക്ക് സംസാരിക്കാൻ പറ്റില്ല, കൈ പൊന്തിക്കാനോ ഒന്നും പിടിക്കാനോ ഇളക്കാനോ ഒന്നും പറ്റുന്നില്ല, കാലും അതേപോലെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഉമ്മ എന്നെ പിടിച്ചു. ഞാൻ പറഞ്ഞ ഇത്തറിയില്ല വീടിന്റെ അടുത്ത്, അവർ എന്നെ പിടിച്ചു. അങ്ങനെ വണ്ടിക്ക് കയറ്റി തന്നു. അങ്ങനെ വണ്ടി കയറ്റിയിട്ട് ഞങ്ങള് തൊട്ടടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ കാണിച്ചു. അവിടെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു എനിക്ക് നല്ല തലവേദന ഉണ്ട്, എനിക്ക് ടെൻഷൻ ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് തലവേദന വരും, മൈഗ്രെയിൻ ഉള്ളതാണ്. അപ്പൊ ഡോക്ടർ പറഞ്ഞു മൈഗ്രെയിൻ ഓൾറെഡി ഉള്ളതല്ല, അപ്പൊ മൈഗ്രെയിന്റെ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഉമ്മ പറയുന്നത് അവർക്ക് കൈകൊണ്ട് ഒന്നും പറ്റില്ല, കാലുകൊണ്ട് ഒന്നും പറ്റില്ല, ഈ ഒരു സൈഡ് ഒന്നും ചെയ്യാൻ പറ്റില്ല, കൊഞ്ഞ പോലെ ആയിക്കണേ എന്നുള്ളത്, അതുപോലെ സംസാരിക്കാനൊന്നും പറ്റണില്ല എന്നുള്ളതൊക്കെ പറഞ്ഞു. അപ്പൊ ഡോക്ടർ പറയാം മൈഗ്രെയിന്റെ പ്രശ്നമാണ്, വേറെ ഒന്നുമല്ല, ശരിയായിക്കോളും, നിങ്ങൾ പോയിക്കോ പറഞ്ഞിട്ട് മരുന്നും തന്നിട്ട് നമ്മൾ വിട്ട്. അവിടുന്ന് തിരിച്ചു വരുന്ന ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും കുറച്ചും കൂടി ആ ഹോസ്പിറ്റലിൽ അത്രയും ടൈം വെയിറ്റ് ചെയ്ത് കാണിച്ച് തിരിച്ചു വരുന്ന ടൈം ആയപ്പോഴേക്കും കുറച്ചും കൂടെ കൂടി. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാലൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഉമ്മ എങ്ങനെയൊക്കെയോ എനിക്ക് വണ്ടിക്ക് കൊണ്ടുവന്ന്. അങ്ങനെ ഹസ്ബൻഡിനെ വിളിച്ചു, ഉപ്പായും വിളിച്ചു. അങ്ങനെ ഞങ്ങള് എല്ലാരും കൂടെ, പിന്നെ ഒക്കെ പുറത്തുനിന്ന് വരുന്ന ഡോക്ടേഴ്സാണ്, അതൊന്നെങ്കിൽ തിങ്കളാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച ആ ഒരു ദിവസം ഉണ്ടാവുള്ളൂ. അങ്ങനെ ഞങ്ങൾ കുറെ കറങ്ങി ലാസ്റ്റ് കുറെ ആളുകൾ വിളിച്ച് ചോദിച്ചൊക്കെ ചെയ്തപ്പോ അങ്ങനെ തൃക്കണ്ടിയൂർ ഒരു ഡോക്ടർ ഉണ്ടെന്ന് പറഞ്ഞു, മെഡിക്കൽ കോളേജിൽ നിന്ന് വരുന്ന ഒരു ഡോക്ടറാണെന്നും പറഞ്ഞു. അങ്ങനെ നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് പോയി. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇപ്പൊ തന്നെ എമർജൻസി ആയിട്ട് MRI എടുത്തിട്ട് വരണം പറഞ്ഞു. അങ്ങനെ MRI എടുക്കാൻ പോയി. ഞങ്ങൾ MRI എടുത്ത് ഡോക്ടർക്ക് അവിടെ നിന്ന് വിളിച്ചു, റിസൾട്ട് ഇപ്പൊ തന്നെ കിട്ടൂല എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അത് പറ്റില്ല, എനിക്ക് ഇപ്പൊ തന്നെ റിസൾട്ട് വേണം, ഞാൻ അവരോട് വിളിച്ച് പറഞ്ഞോളാന്ന് പറഞ്ഞിട്ട് അവർക്ക് വിളിച്ചിട്ട് പറഞ്ഞു ഭയങ്കര എമർജൻസി ആണ്, അതുകൊണ്ട് ഇപ്പൊ തന്നെ റിസൾട്ട് നിങ്ങൾ എങ്ങനെയെങ്കിലും ആക്കിയിട്ട് അയച്ചു തരണം, മെഡിക്കൽക്ക് റെഫർ ചെയ്യാനുള്ള ആളാണെന്നും പറഞ്ഞിട്ട്. അങ്ങനെ അവർ പെട്ടെന്ന് റിസൾട്ട് ആക്കി തന്ന്. അങ്ങനെ നമ്മൾ ഡോക്ടറെ പോയി കാണിച്ചപ്പോൾ ഇപ്പൊ തന്നെ മെഡിക്കൽക്ക് പോകാൻ പറഞ്ഞു. കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയി. അങ്ങനെ അവിടെ കാണിച്ചൊക്കെ ചെയ്തു. ഈ വരുന്നേയും പോകുന്ന ഡോക്ടർമാരെല്ലാം കയ്യിൽ ഇങ്ങനെ മുട്ടി വെക്കും, ആ സാധനത്തിൽ ഇങ്ങനെ മുട്ടി നോക്കാം, തട്ടി നോക്കാം, ഇങ്ങനെയൊക്കെ. പിന്നെ അതുപോലെ കാലിന്റെ അടിഭാഗം ഉണ്ടല്ലോ, ഒരു സാധനം കൊണ്ട് ഇങ്ങനെ വരക്കും, മുറി വരായിട്ടുണ്ട്. അപ്പൊ എനിക്ക് കാലോട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അതായത് കാല് ഇങ്ങനെ എണീച്ച് നിന്ന് കഴിഞ്ഞാല് എനിക്ക് ഇടത്ത് കാല് മാത്രം ഫ്രണ്ടിക്കോ ബാക്കൊക്കെ ഒക്കെ വെക്കാം, പക്ഷെ എനിക്ക് വലത്ത് കാല വെച്ച സ്ഥലത്ത് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. ഞാനിങ്ങനെ ഇടതുകാലം ഞാൻ ഇങ്ങനെ എടുത്തേക്കുമ്പോ വലതുകാലം എന്റെ ഉമ്മാന്റെ കൈകൊണ്ട് ഇങ്ങനെ നീക്കി തന്നിരുന്നത്. ശരിക്കും നടക്കൂല, കാലും കൈയും ശരിയാവൂല എനിക്ക് ഈ അമ്മയോട് ചോദിച്ചിങ്ങനെ. കൈയും കാലും ഒക്കെ ഒരുപാട് ശരിയായി, പക്ഷെ എന്താ ആ കൈ കൊണ്ട് വെയിറ്റ് ഒന്നും എടുക്കാൻ കഴിയില്ല, മോനെ എടുക്കാൻ പറ്റില്ല, അങ്ങനെ അങ്ങനത്തെ സംഭവങ്ങൾ ചെയ്യാം. നടക്കുകയാണെന്നുണ്ടെങ്കിലും കുറച്ച് നടക്കുമ്പോക്കിനൊക്കെ കാല് പിന്നെ ഒരു കുഴച്ചിലാണ്, ഒരു തളർച്ച പോലെ, പിന്നെ ആ കാലൊന്നും പറ്റില്ല, അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഇനി ഫിസിയോതെറാപ്പി ചെയ്യണം എന്തായാലും പറഞ്ഞിട്ടുണ്ട്. അന്ന് നമ്മൾ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയ ടൈമില് അവിടുത്തെ നെഫ്രോനെ കാണിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ കാണിച്ചപ്പോൾ ആ ഡോക്ടറാണ് പറഞ്ഞത് SE ആവാനാണ് ചാൻസ്, ഫുൾ ടൈം ഹോസ്പിറ്റലിൽ 4 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ തന്നെ, എന്തായാലും ഒരു മാസത്തിൽ 2 വട്ടമെങ്കിലും അഡ്മിറ്റ് ആവും, ഇല്ലാന്നുണ്ടെങ്കിൽ അധികം നമ്മൾ പോയി വരും, ഗ്ലൂക്കോസ് ഏറ്റു അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു ഇതിലായിരുന്നു. ഈ ഒരു അസുഖമാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് 16 വർഷമാണ് എടുത്തത് എനിക്ക്, 1, 2 എന്നല്ല 16 വർഷം. ഈ ഒരു 16 വർഷം ആ ഒരു അസുഖം ഇന്റെ ശരീരത്തിൽ തന്നെ ഇരുന്നിട്ട് ഇങ്ങനെ കൂടാന്നല്ലാണ്ട് കുറഞ്ഞു ചെയ്യായിരുന്നു എന്നുള്ളത് പിന്നെയാണ് മനസ്സിലായത്. അപ്പോൾ ഏറ്റവും കൂടുതൽ SL കണ്ടുവരുന്നത് ഈ ഒരു ഫീമെയിൽസിലാണ്, അതായത്
15 to 35 വയസ്സ് വരെയുള്ള സ്ത്രീകളിലാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു SLE എന്ന് പറഞ്ഞ അസുഖം കണ്ടുവരുന്നത്. പുരുഷന്മാരുണ്ട്, പക്ഷെ ഒരു 100-ൽ 10% പുരുഷന്മാരുള്ളൂ, ബാക്കി 90% കാണുന്നത് ഈ ഒരു സ്ത്രീകളിൽ തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ പ്രത്യേകിച്ച് അവർക്ക് ഈ ഒരു 15-ന്റെ ഉള്ളിൽ 15 കഴിഞ്ഞാൽ അതിനുശേഷമുള്ള ഈ ഹോർമോൺസിന്റെ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം ആ ഒരു ടൈമിലായതുകൊണ്ട് നമുക്ക് SLE ഉണ്ടെന്നുണ്ടെങ്കിലും ആ ഒരു ടൈമിലാണ് അത് നമുക്ക് വിസിബിൾ ആവുന്നത്. ചിലവർക്ക് അപ്പൊ ആവും, ചിലവർക്ക് നേരത്തെ ആവും. അതായത് ചില സിംറ്റംസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ചിലർക്ക് പെട്ടെന്നേ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതാണ് പറഞ്ഞത് SLE എന്ന് പറഞ്ഞാൽ പല അസുഖങ്ങളായിട്ട് നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുന്നുള്ളത്. കാരണം എന്താ വെച്ചാൽ ഞാൻ കുറെ നടന്നിട്ടുണ്ട്. യൂറോയിൽ പോകുമ്പോൾ പറയാം ഒരു ഗൈനക്കിൽ കാണിക്കാൻ, ഗൈനക്കിൽ പറയുമ്പോൾ പറയും ഇത് നെഫ്രോയിൽ കാണിക്കണം. അങ്ങനെ ഇഷ്ടം പോലെ ഡോക്ടേഴ്സ് നമ്മളോട് കാണിച്ചിട്ടുണ്ട്. ഇപ്പൊ അടുത്ത് എനിക്ക് വെയ്യാണ്ടായിട്ട് ഇതുപോലെ വയ്യാതായിട്ട് ഞാൻ അധികം പോലും ഇവിടെ അടുത്ത് മിഷൻ ഹോസ്പിറ്റലിൽ എടുത്താണ് വരും. അവിടുത്തെ ഡോക്ടർ ഉണ്ട്, രമേശ് പ്രഭു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡോക്ടറാണ്. നല്ല ഡോക്ടറാ. സത്യം പറഞ്ഞാൽ ആ ഡോക്ടർ ഉള്ളതുകൊണ്ടാണ് എന്റെ അസുഖം ഞാൻ സത്യം പറഞ്ഞാൽ ഇതുവരെ ഞാൻ എന്റെ ട്രീറ്റ്മെന്റ് ഇപ്പൊ നടക്കുന്നതും അല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോ ഇത് ഈ ഒരു അസുഖം അറിയാൻ കാരണോ അല്ലെങ്കിൽ അതിന്റെ ട്രീറ്റ്മെന്റ് എടുക്കാൻ കാരണം ഒക്കെ ആ ഡോക്ടറാണ്. കാരണം ആ ഡോക്ടർ അവിടെ വന്നപ്പോൾ മുതൽ എന്നെ കാണുന്നുണ്ട്. ഞാൻ ഇങ്ങനെ ഓരോ അസുഖമായിട്ട് പോകുന്നത്, യൂറിയിൽ ബ്ലഡ് വരുന്നതും ഇൻഫെക്ഷൻ കൂടിയിട്ട് ഇഞ്ചക്ഷൻ അടിക്കുന്നതും, ഇൻഫെക്ഷൻ കൂടിയിട്ട് ഇങ്ങനെ 1 week ഒക്കെ കയ്യിൽ തന്നെ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഇഞ്ചക്ഷൻ അടിക്കുകയൊക്കെ ആ ഡോക്ടർ പറഞ്ഞു. ഞാൻ 1 വർഷത്തിന് മേലെ ഇപ്പോൾ വന്നിട്ട് വന്ന അപ്പം മുതൽ ഞാൻ കാണുന്നുണ്ട് ഇപ്പോഴും അതേപോലെ തന്നെ യൂറിയിൽ ബ്ലഡ് ഇത്തിരി പോലും കുറഞ്ഞിട്ടില്ല, കൂടാന്നല്ലാണ്ട് കുറയുന്നു. അതുപോലെ എനിക്ക് യൂറിയിൽ ആൽബമിനൊക്കെ നല്ലോണം പോകാറുണ്ടായിരുന്നു. അതായത് ആൽബമിനൊക്കെ 4+ ഒക്കെ എന്തായാലും ഉണ്ടാവും, എപ്പോൾ ടെസ്റ്റ് ചെയ്താലും 4+ ഒക്കെ എന്തായാലും ഉണ്ടാവും. അങ്ങനെ ആ ഡോക്ടർ എപ്പോഴും പറയുന്നത് ആൽബമിൽ പോണതും പിന്നെ ബ്ലഡിന്റെ ഒക്കെ ആയിട്ട് എപ്പോഴും ഇങ്ങനെ ആ ഡോക്ടർ പറയാറുണ്ട് ഞങ്ങളോട്. അപ്പൊ അങ്ങനെയാണ് നിങ്ങൾ നല്ല ഡോക്ടറെ കാണിക്കുന്നു പറഞ്ഞതിന് ശേഷം അങ്ങനെയാണ് ഞാൻ ഒരു ദിവസം ഡോക്ടറോട് പറഞ്ഞത്. ഇങ്ങനെ മെഡിക്കൽ കോളേജിലായ ടൈമിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു SLE ആണെന്നുള്ളത്. എന്നെ ചെയ്തു, പിന്നെ എന്നെ പ്രൊഫൈൽ ചെയ്തു, അതൊക്കെ പോസിറ്റീവ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രീറ്റ്മെന്റ് എടുക്കാം എന്നുള്ളത് പറഞ്ഞു. പിന്നെ അതിനെ പറ്റിയൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞു. മെഡിക്കലിൽ നിന്ന് ഞങ്ങൾ ചോദിച്ച സമയത്ത് അവർ എടുക്കാന്നേ പറഞ്ഞിട്ടുള്ളൂ, പിന്നെ അതിനെ പറ്റിയിട്ടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അത് ഡോക്ടറോട് പറഞ്ഞു. അപ്പൊ ഡോക്ടറാണ് കാര്യങ്ങൾ പറഞ്ഞത്. SLE എന്താണ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ഡോക്ടറാണ് നമ്മളോട് പറഞ്ഞത്. അതിപ്പോ ഏകദേശം 1 മാസത്തിന് മേലെ 2 മാസം എന്തോ ആയി തോന്നുന്നുണ്ട്. 2 മാസം എന്തോ ആയിട്ടുള്ളൂ ഞാൻ കറക്റ്റ് പറഞ്ഞ് ഇതിന്റെ ട്രീറ്റ്മെന്റ് എടുക്കാൻ തുടങ്ങിയിട്ട്. 16 വർഷം കൊണ്ടിടുന്നത് 2 മാസമേ ആയിട്ടുള്ളൂ ഞാൻ ഈ SLE ആണെന്ന് ശരിക്കും കറക്റ്റ് അറിഞ്ഞ് അതിനായിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കാൻ തുടങ്ങിയിട്ട്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കും, കാരണം ഇത്രയും വർഷം പല അസുഖങ്ങളാണെന്ന് പറഞ്ഞിട്ടാണ് തെറ്റിദ്ധരിച്ചിട്ട് ഞാൻ അതിനുള്ള മരുന്നുകളും കാര്യങ്ങളൊക്കെ ഞാൻ കുറിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എന്നിട്ട് ഡോക്ടർ കാര്യങ്ങൾ പറഞ്ഞു. ഇമ്മ ചോദിച്ചു SLE എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചു. അപ്പം ഡോക്ടറാണ് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞത്. ഡോക്ടർ അവരെ പ്രൊഫസർക്ക് വിളിച്ചു, കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അങ്ങനെ പ്രൊഫസറോടും ചോദിച്ചു. അങ്ങനെ അവരോട് ചോദിച്ചതിന്റെ ഒക്കെ ഇതിലും ഡോക്ടർക്ക് അറിയുന്നതും അങ്ങനെ ഒക്കെ കൂടി നമ്മളോട് കാര്യങ്ങൾ പറഞ്ഞു എന്താണ് SLE എന്നുള്ളത്. കേട്ടിട്ട് ഞാൻ സത്യം പറഞ്ഞ കിളി പോയിരുന്നു. ഉമ്മ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര കരച്ചിൽ. അങ്ങനെ ഡോക്ടറാണ് അവിടുന്ന് കാലിക്കറ്റ് മിംസിക്ക് റെഫർ ചെയ്തത്. റൊമറ്റോളജിസ്റ്റിനാണ് കാണിക്കേണ്ടത് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ ഗായത്രി ഡോക്ടറെ കാണിക്കാൻ തുടങ്ങിയത്. നല്ല ഡോക്ടറാണ്, നല്ലോണം കെയർ ചെയ്യുന്ന ഒരു ഡോക്ടറാണ് ഗായത്രി മാം. അങ്ങനെ നമ്മള് പിന്നെ ഗായത്രി മാമിനെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് കാണിക്കാൻ തുടങ്ങി. ഡോക്ടർ പറഞ്ഞു നെഫ്രോയിൽ കാണിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ നെഫ്രോളജിസ്റ്റിനെ കാണിച്ചു. ബയോപ്സി വേണോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് ഒരു ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ടെസ്റ്റ് എത്രയോ ഇതിന്റെ അടിയിൽ 0.5 അടിയിക്കോ അങ്ങനെ ഒരു കണക്കുണ്ടേ, കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. അതാണ് വേണ്ടത്. അത് അതിന്റെ അടിയിലാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ചെയ്യേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ പറഞ്ഞു ഇത് അതിന്റെ ഇരട്ടിന്റെ ഇരട്ടിയുണ്ട്, അതുകൊണ്ട് നമുക്ക് ബയോപ്സിയിൽ ഒരു മാറ്റം വരുത്താൻ പറ്റില്ല, ബയോപ്സി ചെയ്തേ പറ്റുള്ളൂ. വ്യാഴാഴ്ച നമ്മൾ പോയി അഡ്മിറ്റ് ആയി രാവിലെ തന്നെ. എന്നിട്ടാണ് ബയോപ്സി ചെയ്ത് അന്ന് ഞാൻ വീട്ടിലെത്തി. എനിക്ക് പെയിന് സഹിക്കാൻ പറ്റുന്നില്ല. പിറ്റേ ദിവസം ഇതേപോലെ പെയിന് സഹിക്കാൻ പറ്റാനായിട്ട് പിറ്റേ ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ പോയി. അവിടുന്ന് ആന്റിബയോട്ടിക്കും ഗ്ലൂക്കോസും ഇഞ്ചക്ഷനും എല്ലാം എടുത്തിട്ടാണ് വന്നത്. വീട്ടിലെത്തി അതേപോലെ അന്ന് രാത്രിയോ പിറ്റേന്നോ അങ്ങനെ പിന്നെയും പോയി. അങ്ങനെ ഒരാഴ്ച ബയോപ്സി ചെയ്ത് ഒരാഴ്ച ഞാൻ ഹോസ്പിറ്റലിൽ തന്നെ ആയിരുന്നു. അപ്പൊ ഈ ഡോക്ടറോട് പറയുമ്പോൾ ഡോക്ടർ എന്താ പറഞ്ഞത്, ചിലപ്പോൾ ഇന്ന ടെൻഷൻ ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആയിരിക്കാം, പ്രശ്നമൊന്നുമില്ല, പെയിൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഹസ്ബൻഡിനോടും വീട്ടുകാരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു പെയിൻ ഉണ്ടാവും എന്നുള്ളത്. ചില ആളുകൾക്ക് വേദന ഉണ്ടാവില്ല, അത്ര ചിലർക്ക് നല്ല വേദന ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിവേദ ഡോക്ടർ വിളിച്ചിട്ടുണ്ടായിരുന്നു. നിവേദ ഡോക്ടർ പറയുമ്പോൾ നെഫ്രോളജിസ്റ്റ് ആണ്. ബയോപ്സിന്റെ റിസൾട്ട് വന്നു. ബയോപ്സിയിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അതായത് കിഡ്നിക്ക് ഡാമേജ് വന്നിട്ടുണ്ട്. ഒന്നും കൂടി കൺഫേം ആക്കാൻ വേണ്ടിയിട്ട് ബയോപ്സിക്ക് ഒന്നും കൂടി അയക്കുന്നുണ്ട് ചെന്നൈക്കാണെന്നും പറഞ്ഞു. ബാക്കി എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്, പക്ഷെ ഞാൻ മാത്രം അറിഞ്ഞിട്ടില്ല. ആരും എന്നോട് പറയുന്നില്ല എനിക്ക് ടെൻഷൻ ആവുമെന്ന് വിചാരിച്ചിട്ട്. SLE എന്ന് പറയുമ്പോൾ ആ ഡോക്ടേഴ്സ് പറഞ്ഞ കാര്യം വെച്ചിട്ട് ടെൻഷൻ ആയ അത്ര ഒന്നും ഇനി എനിക്ക് ടെൻഷൻ ആവാനില്ല. ഞാൻ ഇവിടെ വീട്ടിലൊക്കെ പറഞ്ഞ എല്ലാവരോടും പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണെന്നുണ്ടെങ്കിലും അസുഖം എന്താണെന്ന് അറിഞ്ഞല്ലോ, എനിക്കത് മതി എന്നാ പറഞ്ഞത്. കാരണം ഞാൻ അത്രക്കും ഞാൻ കേട്ടിട്ടുണ്ട്, അത്രയും ആളോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്താ വെച്ചാൽ ഒരിക്കലും മാറാത്തൊരു അസുഖം, ഒരു ഡോക്ടർമാർക്കും കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു അസുഖം. ഇഞ്ചി വെറുതെ ഉണ്ടാക്കി പറയാനേ, അല്ലെങ്കിൽ എനിക്ക് അസുഖങ്ങളില്ല, വെറുതെ ഓരോന്ന് ഇങ്ങനെ പറയാം. അങ്ങനെയൊക്കെ കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ അസുഖമാണ് എനിക്ക് എന്നുള്ളത് ചോദിക്കുമ്പോൾ എനിക്ക് പറയാനൊരു അസുഖമായല്ലോ. എന്താണ് ശരിക്കും അസുഖം എന്ന് ചോദിച്ചാൽ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് പറയാനില്ലായിരുന്നു. കാരണം എന്താണ് അസുഖം എന്നുള്ളത് അറിയില്ല, പല അസുഖങ്ങളായിരുന്നു. അപ്പൊ എന്താണ് എന്നുള്ളതൊന്നും എനിക്ക് പറയാൻ പറ്റില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ അൽഹംദുലില്ലാ എനിക്ക് പറയാം. മറ്റുള്ളവരെ കുത്തുവാക്കി കേൾക്കണം. നമുക്ക് സത്യം പറഞ്ഞാൽ ഈ അസുഖം തരുന്നതിനേക്കാളും വേദനയാണ് ഓരോ ആളുകളെ സംസാരം നമുക്ക് തരുന്ന ഒരു വേദന എന്ന് പറയുന്നത്. ഡോക്ടറെ അടുത്ത് കാണിക്കാൻ പോയപ്പോൾ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കിഡ്നി എത്ര ശതമാനം ഡാമേജ് ആയി പോയി എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഡോക്ടർ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ബ്രെയിനിൽ നിന്നൊന്നും ബയോപ്സി ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് SLEക്ക്
ഒരു സ്ഥലത്ത് നിന്ന്, അതായത് കിഡ്നിന്ന് തന്നെ ചെയ്താൽ മതി എന്നാ പറഞ്ഞത്. കിഡ്നിന്ന് ചെയ്ത് കഴിഞ്ഞാൽ ESL ബാധിച്ചുള്ള ബാക്കിയുള്ള അവയവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇതേ അളവ് തന്നെ ആയിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പൊ കിഡ്നിയിൽ ഡോക്ടർ പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ അത്രയും ഉണ്ട്. അപ്പൊ അതുപോലെ തന്നെ ബ്രെയിനിലും ഉണ്ട്. അങ്ങനെ കുറെ ഓർഗൻസിനെ ബാധിച്ചു ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, കണ്ണ്, സ്കിന്ന്, ജോയിന്റ്സ്, അങ്ങനെയൊക്കെ. ഡോക്ടർ പറഞ്ഞത് വെച്ചാൽ സ്കിന്നൊക്കെ നമുക്ക് ലാസ്റ്റ് ട്രീറ്റ് ചെയ്യാം, സ്കിന്നിന്റെ വിഷയമാക്കണ്ട എന്നുള്ളത് പറഞ്ഞു. കാരണം സ്കിന്നിന് വേറെ പ്രശ്നം വരുന്നില്ല, ഈ ഒരു ഇതേ വരുള്ളൂ. പിന്നെ അതുപോലെ വെയിലത്തട്ടവും മൊത്തമായിട്ട് ഒന്നായിട്ട് പൊന്തും. സോ സ്കിന്നിനെക്കാളും പ്രശ്നം നമുക്ക് ബാക്കിയുള്ള ഓർഗൻസ് ആണ്, നമുക്ക് അതാണ് നോക്കേണ്ടതെന്ന് പറഞ്ഞ അങ്ങനെ കണ്ണിന്റെ ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ടായിരുന്നു, കിഡ്നിക്കും ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ട്, ബ്രെയിനിന്റെ ന്യൂറോളജിസ്റ്റിനെ കാണിക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി ഒരു MRI കൂടെ പറഞ്ഞിട്ടുണ്ട് ബ്രെയിനിന്. കാരണം ഇപ്പൊ എനിക്ക് ആദ്യത്തെ പോലെ കയ്യിന് ഒരു ബലക്കുറവും കാര്യങ്ങളൊക്കെ പിന്നെയും വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഡോക്ടർ പറയുന്നത് ഇനിയും സ്ട്രോക്കിന് ചാൻസ് ഉണ്ട് എന്നാണ്. അപ്പൊ പെട്ടെന്ന് തന്നെ MRI എടുത്ത് കാണിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി അത് ചെയ്യാനുണ്ട്. പിന്നെ അതുപോലെ ശ്വാസം മുട്ടല്, ഭയങ്കര ശ്വാസം മുട്ടലും കിതപ്പും, ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്തെങ്കിലും ചെയ്യുമ്പോഴേക്കും ഭയങ്കര കിതപ്പാണ്, ഭയങ്കരമായിട്ട് നെഞ്ചുവേദന ഉണ്ട്. അതുപോലെ ഇത്തിരി ഒന്ന് നടക്കുമ്പോൾ, അല്ലെങ്കിൽ ഇത്തിരി ഒരു 3-4 സ്റ്റെപ്പ് കയറുമ്പോഴേക്കിനൊക്കെ നമുക്ക് ഭയങ്കര കിതപ്പ്. എന്തെങ്കിലും നമ്മൾ ആദ്യം നല്ലപോലെ ചെയ്തിരുന്ന ജോലി ഇപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ ഭയങ്കര കിതപ്പ്, ക്ഷീണം, ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, അങ്ങനെയൊക്കെ. അതുപോലെ കുറച്ച് സംസാരിക്കുമ്പോൾ തന്നെ ഭയങ്കര ശ്വാസം മുട്ടൽ, അങ്ങനെയൊക്കെ എന്താ പറയാ, അങ്ങനത്തെ ഒക്കെ ഉണ്ട്. അപ്പൊ അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ഡോക്ടറൊക്കെ പറയുന്നത് എന്താ വെച്ചാൽ ശ്വാസകോശത്തിന് പിന്നെ അതുപോലെ ഹാർട്ടിനെ ബാധിക്കുമ്പോഴാണ് അങ്ങനത്തെ പ്രശ്നങ്ങൾ വരിക എന്നാ പറയുന്നത്. ഞാൻ പിന്നെ മെഡിസിൻസ് ഒക്കെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എനിക്ക് ഡെയിലി 8 മെഡിസിൻ 9 മെഡിസിൻ എന്തോ ഉണ്ട് ഡെയിലി. എനിക്ക് അതുണ്ട്, സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് SLന്റെ മരുന്ന് ഒറ്റ ദിവസം പോലും നമ്മൾ സ്കിപ്പ് ചെയ്യരുത്, ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. പിന്നെ അതുപോലെ സ്റ്റിറോയിഡ് ഉണ്ട്, സ്റ്റിറോയിഡ് ഉള്ളതുകൊണ്ട് തന്നെ നല്ല വെയിറ്റ് വെക്കുന്നുണ്ട്. 45 ഉണ്ടായിരുന്നു, ഞാൻ ഒറ്റയടിക്ക് 54 കിലോ ആയി. നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. ഇന്നെ ആദ്യം കണ്ട ആൾക്കാർക്ക് ഇപ്പോൾ ആദ്യം ഇപ്പോഴും കൂടെ വെച്ച് നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും എത്രത്തോളം ഞാൻ തടിച്ച് ഉണ്ടക്കുട്ടി അയക്കണം എന്നുള്ളത്. സ്റ്റിറോയിഡ് എടുക്കുന്നതുകൊണ്ടാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് പിമ്പിൾസ് ഒന്നും അങ്ങനെ വരാത്ത ഒരാളാണ് ഞാൻ. പക്ഷെ സ്റ്റിറോയിഡ് എടുക്കുന്നതുകൊണ്ട് എന്റെ ഫേസിൽ ഒന്നായിട്ട് കുരു വന്നിട്ടുണ്ടായിരുന്നു, നിറച്ച് കുരു ഉണ്ടായിരുന്നു. ഒരു ടൈമിൽ ഞാൻ ആദ്യം മോയ്സ്ചറൈസർ ആണ് യൂസ് ചെയ്യുന്നത്, മൊത്തത്തിൽ ഞാൻ സ്റ്റോപ്പ് ആക്കി, ഞാൻ ഒന്നും യൂസ് ചെയ്യാണ്ടായി. കാരണം അതിന്റെ പ്രശ്നം കൊണ്ടാണോ ഇത് വരുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് സ്റ്റോപ്പ് ആക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ എന്ത് സ്റ്റോപ്പ് ആക്കിയിട്ടും ഒന്നും ഇതിനൊരു മാറ്റം വരുന്നില്ല. കഴിഞ്ഞ ആഴ്ച കാണിക്കാൻ പോയപ്പോ ഡോക്ടറോട് പറഞ്ഞു എനിക്ക് നല്ല പിമ്പിൾസ് ഉണ്ടെന്നുള്ളത്, വരുന്നുണ്ട് എന്നുള്ളത് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു സ്റ്റിറോയിഡിന്റെ പ്രശ്നമാണ്, സ്റ്റിറോയിഡ് എടുക്കുന്നതുകൊണ്ടാണെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പാണ് എനിക്കൊരു സമാധാനമായത്. തന്നെ ഏറ്റവും കൂടുതൽ ടെൻഷനിലാക്കിയിരുന്നത് എന്താണെന്ന് വെച്ചാൽ എന്റെ മുടി കൊഴിച്ചിലായിരുന്നു. കാരണം എനിക്ക് അത്രക്കുള്ള ഒരാളായിരുന്നു, കുഞ്ഞു നെറ്റുള്ളതാണ്. പക്ഷെ ഇപ്പൊ കണ്ടില്ല, നെറ്റ് കയറിപ്പോയി, ഈ ഒരു ലൈനൊന്നും ശരിക്കും കാണുക പോലും ചെയ്യില്ലായിരുന്നു, അത്രക്കുള്ളുണ്ടായിരുന്നു എന്റെ മുടിക്ക്. ഞാനിവിടെ കൊടുക്കാട്ടോ, അതിന്റെ ഫോട്ടോ വീഡിയോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുക്കും. പറഞ്ഞാൽ പോയിരുന്നു, അതായത് ഇവിടുന്നേ പറഞ്ഞു പോയിരുന്നു. കോമ്പ ചെയ്യാൻ പറ്റൂല, കുളിക്കാൻ പറ്റാത്ത ഒരവസ്ഥ, അമാതിരി മുടി വെച്ചിട്ട് കുളിച്ചിട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ മുടി കൊയ്യും. ഒരാളെ തലേന്ന് എത്ര 200 മുടിയൊക്കെ ഒരു ദിവസം കൊഴിയുന്നത് സാധാരണയാണ്, അത് നോർമൽ ആണെന്ന് ഡോക്ടേഴ്സ് പറയുന്നുണ്ട്. പക്ഷെ 200 മുടിയൊന്നും അല്ല, തലയിൽ ഉള്ളതിനേക്കാളും കൊഴിഞ്ഞു പോകുന്ന അവസ്ഥയായിരുന്നു. മുടി വെച്ചിട്ടുണ്ടായി ഉള്ളൊക്കെ പോയിട്ട് എന്റെ മുടി അടി ഇങ്ങനെ കോലായി എടുക്കാൻ കണ്ടിട്ട് ഞാൻ അങ്ങനെ വെട്ടി. ആദ്യം മുടി ഉണ്ടായിരുന്ന ടൈമിൽ എനിക്ക് ഭയങ്കര ഇതായിരുന്നു, ഷോർട്ട് ഹെയർ ആക്കാനും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം, എനിക്ക് വലിയ മുടി ഇഷ്ടമല്ലായിരുന്നു. അപ്പൊ എല്ലാവരും എന്നോട് പറഞ്ഞത് എന്താ വെച്ചാൽ എനിക്ക് ഉണ്ടായിട്ടാണ് എന്താ കണ്ണില്ലാത്തപ്പോഴേ കണ്ണിന്റെ വില മനസ്സിലാവണം എന്നൊക്കെ. അന്നൊന്നും എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായിട്ടില്ല. ഇപ്പൊ ആണ് എനിക്ക് സത്യം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവണം അതിന്റെ ആ ഒരു ഇത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. സത്യം പറഞ്ഞാൽ അപ്പൊ കണ്ണാടി ശരിക്കും നോക്കാറ് പോലും ഇല്ല. എന്താ വെച്ചാൽ അത് കാണുമ്പോ എനിക്ക് ഭയങ്കര സങ്കടം. ഞാൻ എത്ര വട്ടം കണ്ണാടിന് മുമ്പിൽ എന്തെങ്കിലും നോക്കി കരുതിയിട്ടുണ്ടെന്ന് അറിയോ. വീട്ടില് പറഞ്ഞിട്ട് എനിക്ക് അത്രയും സഹിക്കാൻ പറ്റുന്നില്ല. ആദ്യം മുതൽ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല, പക്ഷെ അത്രയും ഹെയർ ഉണ്ടായിട്ട് പെട്ടെന്ന് വെച്ചിട്ട് ഇങ്ങനെ പോയപ്പോൾ ഇതിന്റെ ആ ഒരു സിറ്റുവേഷൻ എനിക്ക് പറയാനേ പറ്റുന്നില്ല. ഈ ഒരു വീഡിയോ എത്ര ആളാണോ കാണുന്നത്, ഇപ്പൊ 10 ആൾ കണ്ടാലും ഇനിയിപ്പോ ഒരാളാണോ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് ആ ഒരാളോട് പറയാനുള്ളത്, ഇങ്ങനെ ചെറിയ ചെറിയ ഇതുപോലത്തെ ഓരോന്ന് കാണുമ്പോൾ ചെറുതല്ലേ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഒരിക്കലും ഒഴിവാക്കി വിടരുത്. തുടക്കത്തിൽ തന്നെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ലാണ്ട് പോകാൻ പറ്റിയൊരു അസുഖമാണ് SLE. പക്ഷെ കുറച്ചും കൂടി കഴിഞ്ഞു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞ പെട്ടുപോകണേ, സഹിക്കില്ല. എനിക്ക് പറയാനുള്ളത് SLE പേഷ്യൻസ് ആരെങ്കിലും നിങ്ങളുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലോണം സപ്പോർട്ട് ചെയ്യുക. കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാർ, നമ്മുടെ പ്രിയപ്പെട്ടവരെ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടിയത്. നിങ്ങൾക്കൊന്നും ഗസ് ചെയ്യാൻ പോലും പറ്റില്ല അത്രയ്ക്ക് പെയിൻ ആണ് അനുഭവിക്കുന്നുണ്ട്. SLE പേഷ്യന്റ് എന്ന നിലയിൽ ഞാൻ അനുഭവിച്ച ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ല. നിങ്ങൾ ഓരോരുത്തർക്കും ആലോചിക്കാൻ പോലും പറ്റാത്ത അത്രയും വേദന അനുഭവിച്ചുകൊണ്ടാണ് ഓരോ SLE പേഷ്യൻസും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ജോയിന്റ് പെയിൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷയില്ലാതെ ജോയിന്റ് പെയിൻ, അതേപോലെ ബോഡി പെയിൻ, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒറ്റയ്ക്ക് എണീക്കാൻ പറ്റില്ല. എന്നാൽ ഒരാൾ പിടിച്ചു തന്നു കഴിഞ്ഞാൽ അതിന് പറ്റുമോ? അതുമില്ല. കാരണം പിടിക്കുമ്പോൾ അവിടെ ഭയങ്കര വേദന, വെള്ളം പോലും മേത്തൊഴിക്കാൻ പറ്റില്ല,
അത്രക്ക് പെയിൻ ആയിരുന്നു, ബോഡിയും ഒക്കെ പെയിൻ. ഇതിപ്പോ ഞാൻ പറഞ്ഞത് നിങ്ങൾ ആദ്യം സിമ്പതിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ടോ ഒന്നുമല്ല. കുറച്ച് പേര് ഇങ്ങോട്ട് ചോദിക്കുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യോ, അല്ലെങ്കിൽ അസുഖം ശരിക്കും എന്താണ്, എങ്ങനെയാണ്, എന്തൊക്കെയാണ് സിംറ്റംസ് ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്നോട് ഞാൻ ചോദിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ഇട്ടത്. ഇതെന്തായാലും ഇൻസ്റ്റയിൽ ഇടാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ യൂട്യൂബിൽ ഇടാൻ വിചാരിച്ചത്.